രണ്ടാം വർഷ CSIT ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒട്ടനവധി പോർഷൻസ് കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, സവിശേഷ ശ്രദ്ധ കൊടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ക്ലാസ്സുകളിൽ അധ്യാപകർ പറഞ്ഞു കാണും. എങ്കിലും ഞാൻ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടോപ്പിക്കിനകത്തുള്ള ആദ്യത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ നമ്മളുടെ ഫോക്കസ് ഏരിയക്കകത്തുണ്ട്. അതിനകത്തുള്ള ടൈപ്സ് ഓഫ് ലാംഗ്വേജസും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ അപ്രോച്ചസ് ഏതൊക്കെയാണെന്നും അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടും ഒക്കെയാണ് ആ ഒരു ടോപ്പിക്കിനകത്തുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം C++ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് നമ്മളുടെ പ്രധാന ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടുന്ന മറ്റൊരു മേഖല. ആ C++ ലാംഗ്വേജിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞതിന് ശേഷമുള്ള അറേസ് ആൻഡ് സ്ട്രിങ്സും സ്ട്രക്ചറും ഫങ്ഷൻസും എല്ലാം പ്രത്യേക ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കേണ്ടുന്നത് തന്നെയാണ്. അതിനകത്ത് ഓബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിനകത്തുള്ള തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തുടക്കത്തിൽ പഠിച്ചിട്ടുള്ള ഡാറ്റാബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തു നിന്നുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ആ ഡാറ്റാബേസ് കൺസെപ്റ്റിനകത്തുള്ള കൺസെപ്റ്റ് ഓഫ് DBMS, അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്, ഡാറ്റ മോഡൽസ്, ടെർമിനോളജീസ് ഓഫ് RDBMS റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സാങ്കേതിക പദങ്ങൾ ഏതെല്ലാമാണെന്നുള്ള കാര്യം, കീസ് ഇൻ RDBMS എന്നുള്ള ടോപ്പിക്കുകളെല്ലാമാണ് അതിനകത്തുള്ള ടോപ്പിക്കുകൾ പ്രധാനമായിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് ഇന്റർനെറ്റ് ആൻഡ് സൈബർ സെക്യൂരിറ്റീസ് എന്ന് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇന്റർനെറ്റിനകത്തുള്ള ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ്, ടെർമിനോളജീസ്, സൈബർ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ അതിനകത്ത് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ബേസിക് HTML എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതിനകത്ത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ബേസിക് HTML ടാഗുകളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു വെബ് പേജസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്, ആ വെബ് പേജസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ഇമേജ് ടാഗ്, ലിസ്റ്റ് ടാഗ്, ടേബിൾ ടാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അഡ്വാൻസ്ഡ് HTML-നകത്തുള്ള ഫോംസ് ഉൾപ്പെടെയാണ് ഫോക്കസ് ഏരിയക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത്രയും ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതല്ല. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ടോപ്പിക്കുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു സമയം നമുക്കാർക്കും കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വരും. പരീക്ഷയ്ക്ക് ഇതെല്ലാം പഠിക്കേണ്ടുന്നത് തന്നെയാണ്. എങ്കിലും ഈ ഫോക്കസ് ഏരിയക്കകത്ത് കുറച്ചുകൂടെ സവിശേഷ ശ്രദ്ധ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഫോക്കസ് ഏരിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഫോക്കസ് ഏരിയക്കകത്തു നിന്നുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 40% ടോപ്പിക്കുകളാണ് ഫോക്കസ് ഏരിയക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയും ബാക്കിയുള്ള ടോപ്പിക്കുകളും പഠിച്ചുകൊണ്ട് തന്നെ വേണം പരീക്ഷയ്ക്ക് പോകാൻ. എല്ലാവർക്കും മുഴുവൻ മാർക്കിനും ഇനി 2 മാസം മാത്രമേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാർച്ച് മാസം 15 കഴിയുമ്പോഴത്തേക്ക് തന്നെ പരീക്ഷ ഉണ്ടെന്നുള്ള കാര്യം സർക്കാർ പറഞ്ഞിരുന്നു, നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറഞ്ഞിരുന്നു. അപ്പം അതിനകത്ത് ഒരു സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം എല്ലാവരും. നമുക്ക് പിന്നെ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സമയത്തിനകത്ത് വെച്ച് തന്നെ കവർ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള, അതായത് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ആ ഒരു പുസ്തകത്തിനകത്തുള്ള ആ ഒരു ശ്രേണിയിൽ നിന്ന് ഒരു ശകലം മാറിയിട്ട് നമ്മൾ ഇന്റർനെറ്റ് ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മളിപ്പോൾ കയറി പോവുകയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്റർനെറ്റിനെ പറ്റിയും അതിൻ്റെ ടെർമിനോളജീസിനെ പറ്റിയും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്റർനെറ്റ് ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം ഈ ഒരു ക്ലാസ് പോലും ഇന്റർനെറ്റിൻ്റെ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്.
അപ്പം അതെല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടറിയാം. എല്ലാവരും ഇന്റർനെറ്റും മൊബൈൽ ഫോണിനകത്തുള്ള നെറ്റും എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. മൊബൈൽ ഫോൺ തന്നെ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്, ഒരു പാം ടോപ്പ് കമ്പ്യൂട്ടർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അതേപോലെയുള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളും പാം ടോപ്പ് കമ്പ്യൂട്ടറുകളും വെച്ച് ഇന്റർനെറ്റ് നിരന്തരം ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശമൊക്കെ അറിയാം. അപ്പൊ അത് നമ്മുടെ അറിവുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ക്ലാസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് ഇന്റർനെറ്റ്? ഇന്റർനെറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ഓൾ ഓവർ ദ വേൾഡ് നോൺ ആസ് ഇന്റർനെറ്റ്. ഈ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും അല്ലെങ്കിൽ എല്ലാ നെറ്റ്വർക്കുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഗ്ലോബൽ നെറ്റ്വർക്കിനെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഈ കമ്പ്യൂട്ടറുകളും അതുമായിട്ട് അനുബന്ധ ഉപകരണങ്ങളും പരസ്പരം ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്നതും മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നതും ഫയലുകൾ പാസ് ചെയ്യാൻ പറ്റുന്നതും എന്ന് വേണ്ട നമ്മളുടെ ഐഡിയക്കനുസരിച്ച് നമ്മൾ എന്താണോ ഈ ഒരു മൊമെന്റിൽ ചിന്തിക്കുന്നത് അതിനെല്ലാത്തിനുമുള്ള നമ്മളുടെ ഏത് സംശയത്തിനുമുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റർനെറ്റിനകത്ത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഇന്റർനെറ്റ് ആരംഭിച്ചത് എന്നാണെന്നുള്ള കാര്യവും ഇന്റർനെറ്റിന്റെ പിതാക്കന്മാരാരൊക്കെയാണ്, അതുമായിട്ട് പ്രധാനപ്പെട്ട ടെർമിനോളജീസ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആർപ്പനെറ്റ് എന്ന് പറയുന്ന ഒരു മുൻഗാമി ഇന്റർനെറ്റിനുണ്ടായിരുന്നു ഇല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ ആർപ്പനെറ്റ്? ആർപ്പനെറ്റിന്റെ ഫുൾ ഫോം എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് അഡ്മിനിസ്ട്രേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് ആർപ്പനെറ്റ്. ഇത് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആർപ്പനെറ്റ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഒരു ഡിഫൻസിനുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു നെറ്റ്വർക്കായിരുന്നു ആദ്യകാലങ്ങളിൽ ആർപ്പനെറ്റ്. ആ ആർപ്പനെറ്റിന്റെ വിപുലീകരിച്ച രൂപമാണ് ഇന്നത്തെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആശയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ അതിന് ഏറ്റവും വലുതായിട്ട് വഴിമരുന്നിട്ടത് വിസ്റ്റൺ സർഫ് എന്ന് പറയുന്ന ഒരു മഹാനായ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. TCP/IP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാക്കറ്റ് സ്വിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് TCP/IP അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷന് ചിലപ്പോൾ ട്രാൻസ്ഫർ എന്നും പറയാറുണ്ട്. ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇതൊരു പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫയൽ ഷെയർ ചെയ്യാൻ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടോകോളാണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആർപ്പനെറ്റിനകത്തുകൂടെ ദൂരസ്ഥലങ്ങളിലേക്കുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക് വഴി പാക്കറ്റ് സ്വിച്ചിങ് ടെക്നോളജി വഴി ഡാറ്റ കൈമാറ്റം ചെയ്യാൻ പറ്റും എന്നുള്ള ആശയം ആർപ്പനെറ്റിനകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം ഈ വിസ്റ്റൺ സർഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ടാണ് വിസ്റ്റൺ സർഫിനെ ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്നറിയപ്പെടുന്നത്. ആർപ്പനെറ്റിനകത്തും ഈ ശാസ്ത്രജ്ഞൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പേര് ഓർമ്മയിരിക്കണം, വിസ്റ്റൺ സർഫ്. ഓക്കെ, ആ ഒരു ആർപ്പനെറ്റ് ആയിരുന്നു ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം. ആർപ്പനെറ്റിന്റെ ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഓർമ്മയിരിക്കണം, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് അഡ്മിനിസ്ട്രേഷൻ നെറ്റ്വർക്ക്. ചിലപ്പോൾ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്, അമേരിക്കൻ റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നും പറയാറുണ്ട് ചില പുസ്തകം. ആർപ്പനെറ്റ് ആണ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, വിസ്റ്റൺ സർഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ പലരും നിലവിൽ ജീവനോടെയുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഇന്റർനെറ്റിനകത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഇന്റർനെറ്റിനകത്തുള്ള വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. ഇന്റർനെറ്റിലൂടെ വെബ് പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ആശയത്തിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് WWW എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ആ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ ആണ് ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ HTML എന്ന് പറയുന്ന ലാംഗ്വേജും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടിം ബെർണേഴ്സ്-ലീ ആണ്. അപ്പം ടിം ബെർണേഴ്സ്-ലീയുടെ പേരും ഓർമ്മയിരിക്കണം. അതൊരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്.
ആ മഹാനായ വ്യക്തിയും ഇന്റർനെറ്റിനകത്ത് ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹത് വ്യക്തി തന്നെയാണ് ടിം ബെർണേഴ്സ്-ലീ. ഓക്കെ, അടുത്തതായിട്ട് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പം ഇന്റർനെറ്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർനെറ്റിനകത്തുള്ള ബാക്കിയുള്ള ടെർമിനോളജീസ് ആണ് ഇനി പറയാനായിട്ടുള്ളത്. ഇന്റർനെറ്റിനകത്ത് എന്താണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്? വെബ് ബ്രൗസർ, നമ്മൾ ബ്രൗസറുകൾ നമ്മുടെ മൊബൈലിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ലാപ്ടോപ്പിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, പലയിടത്തും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗൂഗിൾ ക്രോം ഒരു ബ്രൗസറാണ് അല്ലെ, മോസില്ല എന്ന് പറയുന്ന വേറൊരു ബ്രൗസർ ഉണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ്. അപ്പം ഇന്റർനെറ്റ് വഴി നാവിഗേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കമ്പ്യൂട്ടറിനകത്തോ മൊബൈലിനകത്തോ ഉള്ള സോഫ്റ്റ്വെയറുകളെയാണ് വെബ് ബ്രൗസറുകൾ എന്ന് പറയുന്നത്. എന്താണ് വെബ് ബ്രൗസർ? ഇസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ റിട്രൈവിംഗ്, presenting and traversing information resources on the World Wide Web. വേൾഡ് വൈഡ് വെബിലൂടെ റിട്രൈവ് ചെയ്യാനും ഇൻഫർമേഷൻ റിട്രൈവ് ചെയ്യാനും അതേപോലെ തന്നെ അതിലൂടെ പ്രസന്റ് ചെയ്യാനും അതിലൂടെ യാത്ര ചെയ്യാനുമെല്ലാം നമ്മൾ സഹായിക്കുന്ന കമ്പ്യൂട്ടറിനകത്തുള്ള സോഫ്റ്റ്വെയറുകളെ പൊതുവിൽ പറയുന്ന പേരാണ് വെബ് ബ്രൗസറുകൾ എന്നുള്ള കാര്യം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഇന്റർനെറ്റ് വഴി നാവിഗേറ്റ് ചെയ്യാൻ. ഇറ്റ്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ നാവിഗേറ്റിംഗ് ത്രൂ ഇന്റർനെറ്റ്. നാവിഗേറ്റ് ചെയ്യുക, കപ്പലോടിക്കുന്ന ആളിനെയാണ് നാവിഗേറ്റർ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ നാവിഗേറ്റ് ചെയ്യുക, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു കടൽ തന്നെയാണ്. ഈ കടലിലൂടെ നമ്മളെ നാവിഗേറ്റ് ചെയ്യുക, നമ്മളെ കപ്പലോടിച്ച് പോകാനായിട്ട്, നമ്മളുടെ ആ ഒരു വാഹനം ഓടിച്ച് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ, സ്പെഷ്യൽ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഈ വെബ് ബ്രൗസറിന്റെ എക്സാമ്പിളുകൾ ഓർമ്മയിരിക്കണം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ്, പക്ഷേ എങ്കിലും നമ്മൾ ചിലപ്പോൾ പേരങ്ങ് മറന്നുപോകും. ഗൂഗിൾ ക്രോം ഒരു വെബ് ബ്രൗസറാണ്, മോസില്ല ഒരു വെബ് ബ്രൗസറാണ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മറ്റൊരു വെബ് ബ്രൗസറാണ്. അങ്ങനെയുള്ള നിരവധി വെബ് ബ്രൗസറുകളുണ്ട്. ഇനി മറ്റൊരു ടെർമിനോളജിയാണ്, ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക പദങ്ങൾ. മറ്റൊരു ടെർമിനോളജിയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്റർനെറ്റിനകത്ത് ഏറ്റവും അധികമായിട്ട് വെബ്സൈറ്റുകളാണ് ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. വെബ്സൈറ്റുകൾ എവിടെയാണ് ലോഡ് ചെയ്തിരിക്കുന്നത്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു കടൽ പോലെയുള്ള ശൃംഖലയാണ്. ഇതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്തുള്ള വെബ്സൈറ്റുകളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുകളിനകത്തുള്ള ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും കളക്ഷനെ തന്നെയാണ് എന്ത് പറയുന്നത്? വെബ് സെർവർ എന്ന് പറയുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കിനകത്ത് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോഴും അതേപോലെ തന്നെ PHP പഠിക്കുമ്പോഴും എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിനെ തന്നെ വെബ് സെർവർ ആക്കിക്കൊണ്ട് മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതെല്ലാം ഡൈനമിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ജാവാസ്ക്രിപ്റ്റും പിന്നെ PHP എന്നൊക്കെ പറയുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളൊക്കെ. അപ്പം അതിനൊക്കെ വെബ് സെർവറുകൾ ആവശ്യമുണ്ട്. A web server is a computer on World Wide Web that store HTML documents that can be retrieved via a web browser. ഒരു വെബ് ബ്രൗസർ വഴി റിട്രൈവ് ചെയ്യാൻ ഉള്ള HTML ഡോക്യുമെന്റുകളെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എവിടെ? വെബ് സെർവർ. വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള സൈസ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ വെബ്സൈറ്റിനകത്തോട്ട് വരുന്ന പിന്നെ ഹിറ്റുകളുടെ, അതായത് ആവശ്യക്കാർ എത്രമാത്രം ആവശ്യക്കാർ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് വരുന്നുണ്ട് ആ ഒരു സൈറ്റിന് വേണ്ടിയിട്ട് എന്നുള്ളതിനെയും അതേപോലെ തന്നെ ആ വെബ്സൈറ്റിന്റെ വലുപ്പത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിന്റെ ആ ഒരു പവറിന് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും, അതിന്റെ സൈസിന് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും, അതിനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ബ്രൗസർ എന്ന് പറയുന്നത് വെബ്സൈറ്റിലൂടെ നമ്മളെ യാത്ര ചെയ്യാനായിട്ട്, നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വെബ്സൈറ്റുകളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അതേസമയം സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റുകളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമായിട്ടുള്ള അതിന്റെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? വെബ് സെർവർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേം ഉണ്ട്, വെബ്സൈറ്റുകളും വെബ് പോർട്ടലുകളും. വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെബ്സൈറ്റ് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഇഷ്ടംപോലെ വെബ്സൈറ്റിലൂടെ ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് കളക്ഷൻ ഓഫ് വെബ് പേജസിനെ തന്നെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഹ്യൂജ് കളക്ഷൻ ഓഫ് വെബ് പേജസ്, വെബ് പേജുകളുടെ ഒരു വലിയൊരു കളക്ഷൻ. എന്താ അന്നേരം വെബ് പേജ് എന്താണ്? വെബ് പേജ്
അതായത് വെബ് പേജ് ഈസ് എ കളക്ഷൻ ഓഫ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, പിക്ചേഴ്സ്, മൂവീസ്, സൗണ്ട്സ്, സ്പെഷ്യൽ എഫക്ട്സ്, ഇതിന്റെ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേക അനുപാതത്തിൽ നല്ല അട്രാക്റ്റീവായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്നതിനെ തന്നെയാണ് വെബ് പേജുകൾ എന്ന് പറയുന്നത്. ഈ വെബ് പേജുകളെ എല്ലാത്തിനെയും കളക്ട് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ടാണ്, ആയിരക്കണക്കിന് വെബ് പേജുകൾ ഒരുമിച്ച് കളക്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു വെബ്സൈറ്റ് ആവുന്നത്. അങ്ങനെയുള്ള നിരവധി വെബ്സൈറ്റുകൾ നിലവിലുണ്ട്. നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്ത സ്ഥലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വെബ് സെർവർ എന്ന് പറയുന്നത്. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. സെർവർ സോഫ്റ്റ്വെയർ, സെർവറിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് ഒരു പരിധിവരെയൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് വെബ്സൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂജ് കളക്ഷൻ ഓഫ് വെബ് പേജസിനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് കഴിഞ്ഞാൽ മറ്റൊരു ടെക്നിക്കൽ ടേമാണ് വെബ് പോർട്ടലുകൾ എന്ന് പറയുന്നത്. വെബ് പോർട്ടൽ എന്താണ്? പോർട്ടൽ കേരള സർക്കാരിന്റെ പോർട്ടലിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പോർട്ടലിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ PSCയുടെ പോർട്ടലിൽ ലഭ്യമാണ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിനകത്തും അതേപോലെ തന്നെ മീഡിയക്കകത്തും എല്ലാം കേൾക്കാറുണ്ട്. അപ്പം അവരുടെ വെബ്സൈറ്റിനെ എന്തിനാ വെബ് പോർട്ടൽ എന്ന് വിളിക്കുന്നത്? അത് നമ്മൾ സൈറ്റ് തന്നെയാണ്, വെബ്സൈറ്റ് തന്നെയാണ് വെബ് പോർട്ടലുകൾ. പക്ഷെ അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെബ്സൈറ്റ് ആണ്, വിച്ച് ഓഫർ സോ മെനി സർവീസസ് ടു ഇറ്റ്സ് യൂസേഴ്സ്. അതിന്റെ യൂസറിന്, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെബ്സൈറ്റുകളെയാണ് വെബ് പോർട്ടലുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം അവിടെ എഴുതി വെച്ചിരിക്കുന്ന നോക്കിയേ, www.kerala.gov.in gov.in. കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ് പോർട്ടലാണ്. അതിൽ നിന്ന് ഒരുപാട് സർവീസുകളാണ് നമ്മൾ അതിന്റെ യൂസേഴ്സിന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വെബ്സൈറ്റുകളെ വെബ് പോർട്ടലുകൾ എന്ന് പറയുന്നത്. സാധാരണയുള്ള സൈറ്റുകളെ വെബ്സൈറ്റുകൾ എന്ന് തന്നെ പറയും. നിരവധി കമ്പനികൾക്കും ഒരുപാട് സ്ഥാപനങ്ങൾക്കുമെല്ലാം വെബ്സൈറ്റുകൾ ലഭ്യമാണ്. വെബ്സൈറ്റുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ, ISP സ്പേസ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു പഠനം തന്നെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നടക്കുന്നത്. അപ്പം അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൽ വെബ്സൈറ്റ് എന്താണെന്നും വെബ് പോർട്ടൽ എന്താണെന്നും ഒക്കെ ഉള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് എന്താണ്, വെബ് പേജ് എന്താണ്, വെബ് പോർട്ടൽ എന്താണ്, അത് കഴിഞ്ഞതിന് ശേഷം വെബ് സെർവർ എന്താണ്, വെബ് ബ്രൗസർ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ടെർമിനോളജീസ് ആണ്. ഓർമ്മയിരിക്കണം ഇത്തരം കാര്യങ്ങൾ. എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തതായിട്ടുള്ള മറ്റൊരു സാങ്കേതിക പദമാണ് URL എന്ന് പറയുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണ് URL? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വെബ്സൈറ്റുകളുടെ അഡ്രസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ പേരിന് ഒരു പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ട്. നമുക്കെല്ലാം പേരിടുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ നമ്പർ വെച്ചൊന്നും നമ്മുടെ പേര് തുടങ്ങാറില്ല. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾക്ക് പേരിടുന്നതിനും ഒരു അഡ്രസ് ഫോർമാറ്റ് ഉണ്ട്. ഇന്റർനെറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള അഡ്രസ് ഫോർമാറ്റിനെയാണ് എന്ത് പറയുന്നത്? URL. അതിന്റെ പേര് വിളിക്കുന്ന രീതി എങ്ങനെയാണ്, ഇന്റർനെറ്റിനകത്തുള്ള വെബ്സൈറ്റുകളുടെ പേര് എങ്ങനെ ചൊല്ലി വിളിക്കാം എന്നുള്ള കാര്യമാണ് URL-നകത്ത് പറയുന്നത്. അഡ്രസ് ഫോർമാറ്റ് അവൈലബിൾ ഇൻ ഇന്റർനെറ്റ് നോൺ ആസ് URL. URL ഈസ് ആൻ ഇന്റർനെറ്റ് വേൾഡ് വൈഡ് വെബ് അഡ്രസ്. നമ്മൾ അതിനകത്ത് നമ്മുടെ VHSCയുടെ എക്സാമിനേഷൻ സൈറ്റിന്റെ URL ഒന്ന് നോക്കിയേ. http://www.vhscexaminationkerala.gov.in. അത് കണ്ടായിരുന്നോ? അതിനകത്ത് ആ HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്റർനെറ്റിനകത്തുള്ള ഒരു പ്രോട്ടോകോളാണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. ആ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കഴിഞ്ഞ് ഫുൾ കോളം കഴിഞ്ഞ് 2 സ്ലാഷ് ഇട്ടതിന് ശേഷം www വേൾഡ് വൈഡ് വെബ് ഡോട്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആ ഒരു ഡൊമൈൻ നെയിം വരുന്നത്. എന്താണ്? VHS എക്സാമിനേഷൻ കേരള എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ആ ഡൊമൈൻ നെയിമിന്റെ എക്സ്റ്റൻഷൻ ആണ് .gov.in, ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട്, ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നതിന്റെയൊക്കെ ഷോർട്ട് ഫോം ഒക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനിയും ബാറിട്ടതിന് ശേഷം ഏതെങ്കിലും ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ഫയൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയാണ് അഡ്രസ് ഫോർമാറ്റിനകത്ത് പറയുന്നത്. ഈ അഡ്രസ് ഫോർമാറ്റ് അവൈലബിൾ ഇൻ ഇന്റർനെറ്റിനെയാണ് എന്ത് പറയുന്നത്? URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. ഓർമ്മയിരിക്കണേ.
അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള വേൾഡ് വൈഡ് വെബ്. ലോകത്തുള്ള ഇന്റർനെറ്റിനെ ഇത്രമാത്രം സാർവദേശീയമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് വേൾഡ് വൈഡ് വെബിന്റെ വരവോടുകൂടിയാണ്. 1989 വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന യൂറോപ്പിലെ സേണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ, മാത്തമാറ്റീഷ്യൻ കൂടിയായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ആശയം WWW അല്ലെങ്കിൽ വെബ് W3 എന്നൊക്കെ പറയും അതിനെല്ലാം, അത്തരത്തിലുള്ള ഒരു ആശയം കൊണ്ടുവരുന്നത്. ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളുടെയും ഒരു ശൃംഖലയ്ക്ക് എല്ലാം ഉപയുക്തമാവുന്ന രീതിയിലാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ആശയം വന്നത്. ഇറ്റ്സ് ആൻ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ഓഫ് പബ്ലിക് വെബ്സൈറ്റ് ആക്സസിബിൾ ത്രൂ ഇന്റർനെറ്റ്. അതായത് പബ്ലിക് വെബ്സൈറ്റുകൾ, ഇന്റർനെറ്റ് വഴി പബ്ലിക് വെബ്സൈറ്റുകളെ എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് വെബ് ഈസ് എ ലാർജ് സ്റ്റോറേജ് ഓഫ് ഇൻലൈൻ ഇൻഫർമേഷൻ ദാറ്റ് യൂസേഴ്സ് ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് വിത്ത് എ പ്രോഗ്രാം കാൾഡ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ വഴി സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാസീവായിട്ടുള്ള ലാർജ് സൈസിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളുടെ ശൃംഖലയെ തന്നെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ്സ് എ മാസീവ് കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ് ആർ ഹോസ്റ്റഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. ആ കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ് എന്ത്? വെബ് സെർവേഴ്സ്. ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് എല്ലായിടത്തുമുള്ള വെബ് സെർവറുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളെ നമ്മളെ കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയും കൂടെ, അതിൻ്റെ കൂടെ പറയുന്ന പേര് തന്നെയാണ് എന്ത്? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ലോകത്ത് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആശയം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാനും ഇത്രയും കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനും എല്ലാത്തിനും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് തന്നെയാണ്. അപ്പം വേൾഡ് വൈഡ് വെബ് ഈസ് ആൻ ഇൻഫർമേഷൻ സ്പേസ് വെയർ റിസോഴ്സസ് ആർ ഐഡന്റിഫൈഡ് ബൈ URL. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള URL എന്ന് പറയുന്ന അഡ്രസ് ഫോർമാറ്റ് വഴി ഈ വേൾഡ് വൈഡ് വെബിനകത്തുള്ള ഇൻഫർമേഷൻ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ പ്രമുഖമായിട്ടുള്ള ഇന്റർനെറ്റിനകത്തുള്ള ഒരു വേർഡ് തന്നെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓർമ്മയിരിക്കണേ അത്. അടുത്തതായിട്ടുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സെർച്ച് എഞ്ചിനുകളാണ്. സെർച്ച് എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്, യാഹു വേറൊരു സെർച്ച് എഞ്ചിനാണ്, ഇല്ലേ? അങ്ങനെ അൾട്ടാവിസ്റ്റ എന്നൊക്കെ പറയുന്ന ഒരുപാട് സെർച്ച് എഞ്ചിനുകളുണ്ട്. അപ്പം ഈ സെർച്ച് എഞ്ചിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു കീവേഡിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡുമായിട്ട് ബന്ധപ്പെടുന്ന വാക്കുകളെല്ലാം, ആ സൈറ്റുകളെല്ലാം നമുക്ക് എടുത്ത് കാണിച്ചു തരും. അല്ല, നമുക്ക് ഓരോ സൈറ്റിന്റെ അഡ്രസ്സ് നമുക്ക് അങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ എല്ലാത്തിൻ്റെയും. അപ്പം ലോകത്തുള്ള എവിടെ കിടക്കുന്ന സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ സൈറ്റിന്റെ ഏതെങ്കിലും ഒരു കീവേഡിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആ സൈറ്റിനെ നമുക്ക് ആ സൈറ്റിലൂടെ കയറിപ്പോവാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ടൂളാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ദാറ്റ് സെർച്ചസ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് റിട്ടേൺ സൈറ്റ്സ്. സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് വിച്ച് പ്രൊവൈഡ് ദാറ്റ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള വെബ്സൈറ്റുകളെ നമുക്ക് തരുന്ന ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ആണ് എന്ത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദിസ് ഇൻഫർമേഷൻ ഈസ് യൂഷ്വലി ഡൺ ബൈ മെയിൻറ്റെയിനിങ് ആൻ ഇൻഡെക്സ് ഓഫ് വെബ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി റിക്വയർഡ് ഫോർ ദ കീവേഡ്സ് ഓർ കൺസെപ്റ്റ് എൻറ്റേർഡ് ബൈ യൂസർ. യൂസറിന്റെ കൺസെപ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു കീവേഡോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകളെ നമുക്ക് റിട്രൈവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടൂൾ തന്നെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഗൂഗിൾ, യാഹു, അൾട്ടാവിസ്റ്റ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. ഗൂഗിളും യാഹു ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഗൂഗിളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓർമ്മയിരിക്കണം സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടെക്നിക്കൽ വേർഡാണ് ഏത്? ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ, അല്ലേ? സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെയിൽസ് ആൻഡ് സർവീസസ് ത്രൂ ഇന്റർനെറ്റ് നോൺ ആസ് ഇമെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പ്യൂട്ടർ പോലെയുള്ള ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറോ മൊബൈലോ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മെയിലുകളോ ഫയലുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനും സ്വീകരിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിക്ക് പറയുന്ന പേര് തന്നെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലൊക്കെ ലോകത്ത് എത്രമാത്രം മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരേ മെയിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, വളരെ ചീപ്പ് റേറ്റിൽ തന്നെ. അതായത് പ്രത്യേകിച്ച് ഇത് ഫ്രീ ഇമെയിൽ സമ്പ്രദായം നിലവിലുള്ളതാണ്. അതേപോലെ തന്നെ ഒരേ മെയിൽ തന്നെ ഒന്നിലധികം പാർട്ടിസിപ്പൻസിന് നമുക്ക് അയക്കാൻ പറ്റും. പണ്ടത്തെ ഒരു കത്തയക്കുന്ന പരിപാടിയിൽ നിന്ന് ഇമെയിലിലേക്ക് വന്നപ്പം
എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്ത് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കത്ത് തന്നെ നമ്മൾ പണ്ട് അയക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു, പലർക്ക് അയക്കണമെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ. അത് അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഇമെയിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി. ഇമെയിലിന്റെ പിതാവെന്നറിയപ്പെടുന്നത് റേ ടോമിൻസൺ എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഹോട്ട്മെയിൽ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫ്രീ ഇമെയിൽ സമ്പ്രദായം നിലവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോട്ട്മെയിലിലൂടെയാണ്. ഹോട്ട്മെയിലിന്റെ പിതാവെന്നറിയപ്പെടുന്നത് സബീർ ഭാട്ടിയ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിസ്റ്റൺ സർഫ്, ടിം ബെർണേഴ്സ്-ലീ, റേ ടോമിൻസൺ, സബീർ ഭാട്ടിയ എന്നൊക്കെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേരും കൂടെ നമ്മൾ ഓർമ്മയിരിക്കണം. അതേപോലെ തന്നെ ഇമെയിലിന്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ്? അതായത് ഇമെയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം അപ്പുറത്തെ സൈഡിലും. നമ്മൾ അയക്കുന്ന ആൾ എങ്ങോട്ട് അയക്കുന്നു അയാൾക്ക് ഇമെയിൽ അഡ്രസ്സ് വേണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ്. ചിലപ്പോൾ ഈ ഇമെയിലിനകത്ത് വൈറസ് ഉണ്ടായിരിക്കാം. അത് ലീഗലി അക്സെപ്റ്റഡ് അല്ല. ചില സെക്യൂരിറ്റി പ്രോബ്ലംസ് ചെറുതായിട്ടൊക്കെ പറയാറുമൊക്കെ ഉണ്ട്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമെയിലിന്റെ ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്റർനെറ്റിന്റെ ആവിർഭാവം എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു. ആർപ്പനെറ്റിലൂടെയാണ് ഇന്റർനെറ്റ് ആവിർഭവിച്ചത്. ആർപ്പനെറ്റിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിസ്റ്റൺ സർഫാണ് ഇന്റർനെറ്റിന്റെ പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്കായിട്ടുള്ള TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇന്റർനെറ്റിന് തുടക്കം കുറിച്ചത്. ആർപ്പനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ രാജ്യത്തിനകത്ത് മാത്രമുള്ള ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കായിട്ടൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആർപ്പനെറ്റിനെ രാജ്യത്തിന് പുറത്തു നിന്ന് പോലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തീർത്തത് ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്നുള്ളത് വിസ്റ്റൺ സർഫിനെ അറിയപ്പെടാൻ കാര്യം. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആശയത്തിനകത്ത് ഏറ്റവും കൂടുതൽ അധികം സംഭാവന നൽകിയ വ്യക്തിയാണ് ടിം ബെർണേഴ്സ്-ലീ. ടിം ബെർണേഴ്സ്-ലീ കൊണ്ടുവന്നതാണ് വേൾഡ് വൈഡ് വെബും അത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം. അതുപോലെ തന്നെ വെബ് ബ്രൗസർ, വെബ് സെർവർ, വെബ്സൈറ്റ്, വെബ് പേജ്, വെബ് പോർട്ടൽ, URL, സെർച്ച് എഞ്ചിൻ, ഇമെയിൽ എന്നുള്ള ആശയങ്ങളെല്ലാം ഓർമ്മയിരിക്കണം. നമുക്ക് അടുത്ത പാർട്ടിൽ തൊട്ടടുത്ത സൈബർ സെക്യൂരിറ്റിയെ പറ്റി പഠിക്കാം. ഓക്കെ, താങ്ക് യു.